നമ്മളുടെ സ്കൂളിൽ 19 പേയേഴ്സ് 38 കുട്ടികൾ ഉണ്ട്. അതായത് LKG മുതൽ +2 വരെയുള്ള. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് ആദരിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ദിനം ആഘോഷിക്കുക എന്ന ആശയം കൊണ്ടുവന്നു. അപ്പോൾ അത് ഈ ഒരു ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് അവർക്കതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ LKG മുതൽ +2 വരെയുള്ള കുട്ടികളെ അലങ്കാരം കൊണ്ടും പിന്നെ എന്താ പറയുക ചെറിയ പൂത്തിരി കത്തിച്ചും അവർക്ക് മധുരപലഹാരങ്ങൾ നൽകിയും സമ്മാനങ്ങൾ നൽകിയൊക്കെ ആ ദിനം വളരെ മനോഹരമാക്കി. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, നല്ല രസമുണ്ടല്ലേ അവർ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നടന്നു വരുന്നത് കാണാൻ. എന്തായാലും 19 ജോഡി ഇരട്ടകളുണ്ട്. അതെങ്ങനെ എല്ലാവരും കൂടി ഒരു സ്കൂളിൽ തന്നെ വന്നു വിട്ടു? എന്താണ് അവരുടെ വിശേഷങ്ങൾ? കുട്ടികൾക്കൊക്കെ വളരെ കൗതുകമായിട്ടുണ്ടാവില്ലേ ഇവർക്ക് ഇത് ഒരു ആഘോഷമായി തന്നെ നടത്തിയപ്പോ? അതെ, ഇമ്മ ചോദിച്ചത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി. ഞാൻ പഠിച്ച സ്കൂളിൽ അന്ന് എൻ്റെ ക്ലാസ്സിലൊന്നും അങ്ങനെ ഇരട്ട കുട്ടികൾ എൻ്റെ ലൈഫിൽ ഉടനീളം അക്കാഡമിക് ലൈഫിലൊന്നും ഉണ്ടായില്ല. സ്കൂളിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇമ്മയുടെ സ്കൂളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ സ്കൂളിൽ ഇത്ര അധികം ഇല്ല. 19 ഡസൻ എന്ന് പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയി. അത് തന്നെയാണ് ഞാനും പറയാം. 1 or 2 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് 19 പേരാണുള്ളത്, 19 ഇരട്ടകൾ. അതും അപ്പോൾ ഇരട്ടകളുടെ ദിനം ഇവരല്ലാതെ മറ്റാരാണ് ആഘോഷമാക്കേണ്ടത്? അങ്ങനെ ഒരു ആശയം ആ സ്കൂളിലെ ടീച്ചർമാരുടെ മനസ്സിലേക്ക് വന്നു. അവർ കെങ്കേമമായി തന്നെ അത് കൊണ്ടാടി. ആ കുട്ടികളുടെ ഇരട്ടകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബോണ്ട് കീപ്പ് ചെയ്യുന്നവരായിരിക്കുമല്ലേ. അവർ തമ്മിൽ ചിലപ്പോൾ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. എന്നാലും അവർ തമ്മിൽ ഒരു ഭയങ്കര ഒരു ഇഴയടപ്പും അറ്റാച്ച്മെന്റും ആയിരിക്കും. നമ്മൾ കണ്ടത്തോളം നമുക്കറിയാം. അപ്പോൾ LKG മുതൽ +2 വരെ ഉണ്ട്. അങ്ങനെ അതിലെല്ലാം കൂടെ 19 പേരെ 38 കുട്ടികളാണ്. അപ്പൊ സ്കൂളിന്റെ മൊത്തം ആദരം, ആ പൂത്തിരി കത്തുന്നതും അവരിങ്ങനെ നടന്നു വരുന്നതും ഒക്കെ അവർക്കൊരു ആദരം എന്നോണമാണ് കൊടുത്തത്. അവർക്ക് മനസ്സിന് എത്രത്തോളം പോസിറ്റീവായിരിക്കും. ആ സ്കൂളിലും കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അത് കാണുന്ന നമ്മൾക്കും ഒരു ഊർജം കിട്ടുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ. അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ അത്രമേൽ അടുപ്പം സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളുടെ അടുപ്പത്തിലൂടെ നമ്മളുടെ സ്നേഹത്തിലൂടെ തന്നെ അവരെ ചേർത്ത് പിടിക്കുക എന്നൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു പരിപാടിയിലൂടെ എന്തായാലും സ്കൂൾ അധികൃതർ ലക്ഷ്യമിട്ടത്. അത് കാണുമ്പോൾ തന്നെ അത് നമുക്കും ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഹിമ? തീർച്ചയായിട്ടും. എന്തായാലും 19 ജോഡിയ ഇരട്ടകളെ കണ്ടപ്പോൾ നമ്മുടെ അതെ മനസ്സ് നിറഞ്ഞു. അവർക്കതൊരു ആഘോഷമായി നടത്താൻ തോന്നിയത് വളരെ വലിയ കാര്യം. ആ കുട്ടികൾക്കും അത് വലിയ സന്തോഷം തന്നെയായിട്ടുണ്ടാവും. അരുണാണ് ആ കുട്ടികളുടെയും അവിടുത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്.